രണ്ട് രാജാക്കന്മാർ അധ്യായം 24. യെഹോയാക്കീമിൻ്റെ കാലത്ത് ബാബിലോൺ രാജാവായ നബൂഖദ്നേസറിൻ്റെ ആക്രമണമുണ്ടായി. യെഹോയാക്കീം 3 വർഷം അവന് കീഴ്പ്പെട്ടിരുന്നു. പിന്നീട് അവനെ എതിർത്തു. അപ്പോൾ താൻ തൻ്റെ ദാസന്മാരിലൂടെ അരുളിച്ചെയ്തതുപോലെ യൂദായെ നശിപ്പിക്കാൻ യെഹോയാക്കീമിനെതിരെ കർത്താവ് കൽദായർ, സിറിയക്കാർ, മൊവാബ്യർ, അമ്മോന്യർ എന്നിവരുടെ സേനകളെ അയച്ചു. നിശ്ചയമായും ഇത് കർത്താവിൻ്റെ മുൻപിൽ നിന്ന് അവരെ നീക്കം ചെയ്യേണ്ടതിന് അവിടുത്തെ കൽപ്പനയനുസരിച്ച് സംഭവിച്ചതാണ്. മനാസയുടെ പാപങ്ങൾക്കും അവൻ ചൊരിഞ്ഞ നിഷ്കളങ്ക രക്തത്തിനും ശിക്ഷയായി തന്നെ. അവൻ നിഷ്കളങ്ക രക്തം കൊണ്ട് ജെറുസലേം നിറച്ചു. കർത്താവ് അത് ക്ഷമിക്കുകയില്ല. യെഹോയാക്കീമിൻ്റെ മറ്റു പ്രവൃത്തികൾ യൂദാ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ. യെഹോയാക്കീം പിതാക്കന്മാരോട് ചേർന്നു. പുത്രൻ യെഹോയാക്കീൻ ഭരണമേറ്റു. ഈജിപ്ത് തോടുമുതൽ യൂഫ്രട്ടീസ് നദി വരെയുള്ള തൻ്റെ സമ്പത്തെല്ലാം ബാബിലോൺ രാജാവ് പിടിച്ചടക്കിയതിനാൽ ഈജിപ്ത് രാജാവ് ദേശത്തിന് പുറത്തു വന്നില്ല. യെഹോയാക്കീൻ രാജാവാകുമ്പോൾ യെഹോയാക്കീന് 18 വയസ്സായിരുന്നു. അവൻ ജെറുസലേമിൽ 3 മാസം ഭരിച്ചു. ജെറുസലേമിലെ എൽനാഥാൻ്റെ പുത്രി നെഹുഷ്ത ആയിരുന്നു അവൻ്റെ അമ്മ. അവൻ പിതാവിനെ പോലെ തന്നെ കർത്താവിൻ്റെ മുൻപിൽ തിന്മ പ്രവർത്തിച്ചു. അക്കാലത്ത് ബാബിലോൺ രാജാവായ നബൂഖദ്നേസർ ജെറുസലേം വളഞ്ഞു. നബൂഖദ്നേസർ അവിടെ എത്തുമ്പോൾ അവൻ്റെ പടയാളികൾ നഗരം ഉപരോധിക്കുകയായിരുന്നു. യൂദാ രാജാവായ യെഹോയാക്കീൻ തന്നെയും മാതാവിനെയും ഭൃത്യന്മാരെയും പ്രഭുക്കന്മാരെയും കൊട്ടാരത്തിലെ സേവകന്മാരെയും അവന് അടിയറ വെച്ചു. ബാബിലോൺ രാജാവ് തൻ്റെ 8-ാം ഭരണവർഷം അവനെ തടവുകാരനാക്കുകയും ദേവാലയത്തിലെയും കൊട്ടാരത്തിലെയും നിധികൾ കൊള്ളയടിക്കുകയും ഇസ്രായേൽ രാജാവായ സോളമൻ കർത്താവിൻ്റെ ആലയത്തിനു വേണ്ടി നിർമ്മിച്ച സ്വർണ്ണപാത്രങ്ങൾ കഷ്ണങ്ങളാക്കുകയും ചെയ്തു. കർത്താവ് മുൻകൂട്ടി അറിയിച്ചതുപോലെ തന്നെയാണ് ഇത് സംഭവിച്ചത്. ജെറുസലേം നിവാസികൾ, പ്രഭുക്കന്മാർ, ധീരയോദ്ധാക്കൾ, 10,000 തടവുകാർ, ശില്പികൾ, ലോഹപ്പണിക്കാർ എന്നിവരെ അവൻ പിടിച്ചുകൊണ്ടുപോയി. ദരിദ്രർ മാത്രം ദേശത്ത് അവശേഷിച്ചു. യെഹോയാക്കീനെയും അവൻ്റെ അമ്മയെയും പത്നിമാരെയും സേവകന്മാരെയും ദേശമുഖ്യന്മാരെയും അവൻ ജെറുസലേമിൽ നിന്ന് ബാബിലോണിലേക്ക് തടവുകാരായി കൊണ്ടുപോയി. ബാബിലോൺ രാജാവ് 7,000 ധീരയോദ്ധാക്കളെയും ശില്പികളും ലോഹപ്പണിക്കാരുമായി 1,000 പേരെയും തടവുകാരായി കൊണ്ടുപോയി. അവർ ശക്തന്മാരും യുദ്ധത്തിന് കഴിവുള്ളവരുമായിരുന്നു. ബാബിലോൺ രാജാവ് യെഹോയാക്കീൻ്റെ പിതൃസഹോദരനായ മത്താനിയായെ പകരം രാജാവാക്കുകയും അവൻ്റെ പേര് സെദക്കിയ എന്ന് മാറ്റുകയും ചെയ്തു. സെദക്കിയ രാജാവാകുമ്പോൾ സെദക്കിയായ്ക്ക് 21 വയസ്സായിരുന്നു. അവൻ ജെറുസലേമിൽ 11 വർഷം ഭരിച്ചു. ലിബ്നായിലെ ജെറമിയായുടെ പുത്രി ഹമുത്താൽ ആയിരുന്നു അവൻ്റെ അമ്മ. യെഹോയാക്കീമിനെ പോലെ അവനും കർത്താവിൻ്റെ മുൻപിൽ തിന്മ പ്രവർത്തിച്ചു. കർത്താവിൻ്റെ കോപം ജെറുസലേമിനും യൂദായ്ക്കും എതിരെ ജ്വലിച്ചു. അവിടുന്ന് അവരെ തൻ്റെ മുൻപിൽ നിന്ന് തള്ളിക്കളഞ്ഞു. സെദക്കിയ ബാബിലോൺ രാജാവിനെ എതിർത്തു.